ഗൈസ്, ഈ റോഡ് എന്ന് പറഞ്ഞ കാസർഗോഡ് നാഷണൽ പാർക്കിന്റെ ഉള്ളിൽ കൂടെ പോണ റോഡാണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന്റെ ഉള്ളിൽ മൃഗങ്ങളെ ശല്യം നല്ലോണ്ട്. ശല്യല്ലടാ, റോഡ് പോയതാണ്ട സ്പീഡ് യുവർ സ്പീഡ് എന്ന് കൊടുത്തണ്ട. അത് എന്താ പറയാ, റെഡൊക്കെ ആയി കഴിഞ്ഞാല് നമുക്കിവിടെ ക്യാമറ ഉണ്ട്, ഫൈൻ ഉണ്ട്. എത്രയോ ഫൈൻ എത്രയൊന്നും അറിയില്ല. ഏതായാലും ഞാന് അത് ലംഘിക്കാൻ നിക്കണില്ല. നമുക്കിപ്പോ ഫൈനൊന്നും വേണ്ട. പിന്നെ കുറച്ച് പോന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കിട്ടുന്ന സ്പീഡ് എന്ന് പറഞ്ഞാൽ 40 മൈൽ സ്പീഡിൽ പോവാം. പിന്നെ ഈ ഒരു നാഷണൽ പാർക്കിനകത്ത് ഒരുപാട് മിലിറ്ററി ഉദ്യോഗസ്ഥന്മാരാണെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാര് അവര് ഫുള്ള് ഗണ്ണൊക്കെ ഒരു കാഴ്ച. അതാ അപ്പൊ ഇതൊക്കെ ആർമിയാണ്, അത് മിലിറ്ററി ആണ്, മിലിറ്ററി ട്രക്കാണ് അത്. അതുപോലെ തന്നെ ഇതിനകത്ത് ഒരുപാട് വില്ലേജുകൾ ഉണ്ട് കേട്ടോ, ഗ്രാമങ്ങളുണ്ട്. ഒരുപാട് ആളുകൾ താമസിക്കുന്നുണ്ട്, സ്കൂളുണ്ട് അല്ലേ, എല്ലാം കൊണ്ട് എല്ലാം ഉണ്ട് ഇവിടെ. അതുകൊണ്ടൊക്കെ തന്നെ അവ അത്രയും അധികം പിന്നെ ധാരാളമായിട്ട് കണ്ടു. പിന്നെ തേയിലാണ്, തേയിലത്തോട്ടം ഉണ്ട്. അതുകൊണ്ട് തന്നെ അത്രയധികം സെക്യൂരിറ്റി ഇവിടെ ഏർപ്പെടുത്തിയതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ജനങ്ങൾ ഇത്ര അധികം ഉണ്ടായതുകൊണ്ട് അല്ലെ. കടുവയൊക്കെ ഉണ്ടല്ലോ, കടുവുണ്ട്. പിന്നെ ലോകത്തിലെ കാണ്ടാമൃഗങ്ങളുടെ 2% ഇവിടെയാണ്. 2% അങ്ങനെ 2% അല്ല, 2% ഇവിടെയാണ്. 3 ഉണ്ടെങ്കിൽ 2 ഇവിടെയാണ്. മക്കളെ മലന്നടിച്ച് വീണൊക്കെയല്ലേ ചേടാ. ഡ്രൈവറൊക്കെ എന്തായാവല്ലേ, എന്താ അവസ്ഥ? ഡ്രൈവർ രക്ഷപ്പെട്ടിട്ടുണ്ടാവണേ, ഉണ്ടായാ മതി അല്ലേ. ഡ്രൈവർ രക്ഷപ്പെട്ടിട്ടുണ്ടാവണം, ഉണ്ടാവും. എന്താ അറിയാ, കണ്ണെന്തെങ്കിലും പാടിയാണോ, വളരെ ഉറങ്ങിയതാവാം. അല്ലെങ്കിൽ ഇങ്ങനെ വീശി ഓടിച്ചപ്പോഴൊക്കെ ലോഡ് വണ്ടിയല്ലേ, ചിലപ്പോ എന്തേലൊക്കെ ഇത് എന്താ നാഷണൽ പാർക്കിന്റെ ഉള്ളിൽ കൂടെ പോണ വഴിയാണ്. വല്ല മാനോ എന്തേലൊക്കെ മുന്നിക്ക് ചാടിയപ്പോ വെട്ടിച്ചതാവാം, അങ്ങനെ വരാലോ. എന്തായാലും മൂപ്പർക്കൊന്നും പറ്റാക്കട്ടെ. വണ്ടി നമുക്ക് നന്നാക്കിയാന്നോ? അതെ. പക്ഷെങ്കിൽ ശരീരം എന്തെങ്കിലും നാശമായി കഴിഞ്ഞാൽ നന്നാക്കാനാവില്ല. നന്നാക്കാൻ പൈസ കൂടുതലും ആവും ചെയ്യും. ചിലപ്പോ ഒരു കുടുംബത്തിന്റെ അത്താണിയായിരിക്കും. ആ കുഴപ്പമൊന്നും ഉണ്ടാവില്ല അല്ലെ. ഒക്കെ ശരിയാവണം. ഓ എങ്ങട്ടാ കുണുങ്ങി കുണുങ്ങി ഓക്കെ. എവിടുക്കാണോ? 2 ആളുണ്ടല്ലേ? 2 ആളുണ്ട്. ഒരു ആനവാൽ തരുമോ മോതിരം ഉണ്ടാക്കാനാ? അതെ. അപ്പൊ ഇവിടെ ചിക്കൻ കട കണ്ടു. കുറെ കിലോമീറ്ററുകൾ പോന്നിട്ടാണ് ഞങ്ങൾ ചിക്കൻ കട കാണുന്ന കേട്ടോ. അപ്പൊ ഇവിടെ ചിക്കൻ ഉണ്ട് എന്നാണ് കേൾക്കുന്നത്. ഇവിടെ നാടൻ കോഴിയാ? നാടൻ കോഴിയുണ്ട്, അണ്ടുണ്ട്. ചിക്കൻ ഞാൻ ഇല്ലെങ്കിൽ ഉണ്ടാക്കലേ. അതെ, അതുപോലെ കോഴിക്കോട്ടം തൂക്കും, അത് കോഴികൾ കൂട്ടും. ഇവിടെ അല്ലേ നഹി നമ്മളവിടെ നമ്മളവിടെയൊക്കെ ഫുള്ള് ഡിജിറ്റൽ അല്ലേ. അപ്പൊ ഇത്തരം ക്ലാസ് നമ്മളവിടെ ഉപയോഗിക്കല്ല. പക്ഷെങ്കിൽ ഇവിടെയൊക്കെ എപ്പോഴും ഉപയോഗിക്കണ്ട കേട്ടോ. 1 kg कितना भैया? हाफ के जी कितना? 150. आधा किलो 150, 1 किलो 300. നമ്മൾ പോയിരുന്ന ഹൈവേയിൽ നിന്നും ജസ്റ്റ് ഒന്നിങ്ങനെ ഇറങ്ങി ഇവിടെ നിർത്തിയിട്ടുണ്ട്. ഈ പകൽ കുക്കിങ്ങിന്റെ ഒരു വിഷയം വരുന്നതാണല്ലേ. സമയം എടുക്കണ്ടല്ലടാ, തണല് തെരഞ്ഞാ കിട്ടില്ല. പിന്നെ സമയം നഷ്ടം നമുക്ക് എന്തായാലും പിന്നെ പോട്ടെ. ഉച്ച കിട്ടും. പക്ഷെങ്കില് തണല് കിട്ടും. രാവിലെ അവിടെ പോകുന്നത് എത്ര നേരമായി. ഞങ്ങൾ ഇപ്പോഴെ രാവിലത്തെ ചായ തന്നെ കുടിച്ചത്. ഇപ്പൊ സമയം എത്ര? 11-12 ആയോ? 12 ആയോ? ആവാനായിണ്ടാവും. കുറച്ച് ബ്രെഡ് വാങ്ങിയാണ്. അതുപോലെ തന്നെ പിന്നെ റസ്ക് അല്ലേ, ഒരു റസ്ക് കട്ടൻ ചായ ഉണ്ട്. ഞാൻ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ ഇറക്കി വെച്ച് നമുക്കിവിടെ ചിക്കനും ചോറും വെച്ചിട്ട് കഴിച്ചിട്ട് പോവാം. ഞാൻ കഴിക്കാനായിട്ട് വേറെ അവിടെ നിർത്തണം, കഴിച്ചിട്ട്. പിന്നെ അവിടെ ഉണ്ട് ദൈവങ്ങളുടെ എന്തൊക്കെ ശീലമൊക്കെ ഉണ്ടാക്കിയാണ്. അപ്പോൾ പോവാം. എന്ത് ഓല ശില്പം ഉണ്ടാക്കി കുയ്യോ മണ്ണെടുത്ത് ആണോ? അങ്ങനെയാണ്.
ഗൈസ് നമ്മളിന്ന് വേറൊരു രീതിയിലാണ് വെക്കാൻ പോകുന്നത് ചിക്കൻ. അതായത് ഒന്ന് ഇത് നമ്മള് താത്ത അന്ന് ബീഫ് ഉണ്ടാക്കി അതേ രീതി. ആ ഒരു രീതി ആണ്. അതുപോലെ തന്നെ ഇത് നമ്മൾക്ക് ഒരാൾ കമന്റും പറഞ്ഞു വിളിച്ചപ്പോ അപ്പം അത് എന്താ പ്രവാസിയാണ്. അപ്പൊ അദ്ദേഹത്തിൻ്റെ കൂടി കൂട്ടി താത്താൻ്റെ കൂട്ടിയിട്ട് ഞാൻ ഉണ്ടാക്കാൻ വേണ്ടി പോണ അല്ലേ. ഇതൊന്നും വേവിച്ചില്ല, ഒക്കെ ഇത് കിട്ടുകയാണ്. എൻ്റെ കൈ ഞാൻ ക്ലീൻ ആക്കിയിരിക്കണ്. ഇനി എവിടെ നമ്മളെ മറ്റേതാണ് ഇത് ഞങ്ങളുടെ മസാല കുത്തിക്കാച്ച്. നമ്മളെ ചോറ് അത് 2 മിനിറ്റ് ഇന്നോട്ടെ. ചോറ് വേവ് പാകാവണില്ല. പിന്നെ ഇത് മസാല കാര്യമായിട്ട് ഞങ്ങളിത് കണ്ടിക്കണത് താത്ത ഉണ്ടാക്കിയെന്നാ കണ്ടിട്ടുള്ളൂ. പിന്നെ ഇതിലേക്ക് നമ്മുടെ മസാലകളില്ലേ, എണ്ണക്കിളി മുളക് അതൊന്ന് ഓഫാക്കട്ടെ കൈ. ഓക്കെ, അത് ഓഫാക്കിക്കണ. ചോറ് വേകാറാൻ പാടില്ല. മല്ലി കുറച്ച് മതി, കുറച്ച് മതി എന്നാ പറഞ്ഞത്. പിന്നെ മഞ്ഞൾ ഇതെന്താക്കും അറിയില്ല, പാളും അറിയില്ല, തിന്നാൻ കൂടൂലാവോ തിന്നാൻ കൂടൂലാവോ. ഞങ്ങളുടെ ഫസ്റ്റ് ടൈം പരിപാടിയാണത്. ചിലവത് റെഡിയാവും, ചിലത് റെഡിയായില്ല. ഇത് റെഡിയായില്ല കാരണം മര്യാദ. ഉപ്പ്, പിന്നെ മഞ്ഞൾ, മല്ലി, ഉപ്പ്, ചിക്കൻ മസാല അല്ലേ, ചിക്കൻ മസാല. ഓക്കെ, ചിക്കൻ മസാല, പിന്നെ ഗരം മസാലയും കുറച്ചുണ്ടായിക്കോട്ടെ അല്ലേ. കുറച്ച് ഗരം മസാല എല്ലാം ഇട്ട് ഇനി നമ്മുടെ നെക്സ്റ്റ് പടി വെളിച്ചെണ്ണ ഒക്കെ ഇങ്ങനെ ലൂസായി തുടങ്ങിട്ടോ. ലൂസായില്ലേ വെളിച്ചെണ്ണ. ഓക്കെ, വെളിച്ചെണ്ണ അതൊക്കെ നമ്മളിതൊരു പാകത്തിനോട് ചെയ്യാന്നേനുള്ളൂ. നമുക്കറിയില്ല അത് ഇപ്പം എത്ര ചെയ്യലെന്നൊന്നും. കൈ കഴിയതാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. അതിലേക്ക് നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കുക. അതായി. എന്നിട്ട് നമ്മുടെ പരിപാടി ഒന്നായിട്ട് കൂട്ടിക്കുഴക്ക. അവൻ്റെ എല്ലാ ഭാഗത്തു കൂടെ എല്ലാ സാധനങ്ങളും മസാല കീറി നമ്മുടെ ഉള്ളിയും തക്കാളിയും കുത്തിച്ചതച്ച മസാലയും മുളകും ഒക്കെ എല്ലാ ഭാഗത്തേക്കും എത്തണം അല്ലടാ. പിന്നെ ചാടല്ലേ കളയല്ലേ. ഓക്കെ, വെളിച്ചെണ്ണ നമ്മൾ ഒഴിച്ചിന് കേട്ടാ, കുറച്ച് വെച്ചിട്ടുണ്ട്. ഇനി വേണ്ടി വരിക, വേണ്ടി വരില്ല. അത്യാവശ്യം വെളിച്ചെണ്ണ ഒഴിച്ചിന് അല്ലേ. വെക്കട്ടെ, അടുപ്പത്ത് വെച്ചിട്ടാ. അടുപ്പത്ത് വെച്ച് സാധനത്തിന് തീ കുറച്ച് വെക്കാം. ഇനി എന്താ വേണ്ടത് വെച്ചാൽ നമ്മൾക്ക് ഒരു പാത്രം വേണം അടച്ചു വെക്കാൻ. അടച്ചു വെക്കണം. അന്ന് ബീഫ് ഉണ്ടാക്കിയ അതേപോലെ തന്നെ നമ്മൾ അടച്ചു വെച്ചു. പിന്നെ അതങ്ങനെ തിളച്ച അതിത്തെ വെള്ളത്തിൽ തന്നെ എന്തൊക്കെയായിരുന്നു വേഗം തന്നെയാണ് ഞങ്ങൾ കയറുന്നില്ല. അതാണ് നമ്മൾ കുറച്ച് വെള്ളം ഒഴിക്കാം കൈസ്. അപ്പം ഞങ്ങൾ വെന്തിട്ടില്ല. നമ്മളിങ്ങനെ ഓരോ ഘട്ടം ഇപ്പം നമ്മൾ വെള്ളം തന്നെ ഒഴിച്ചില്ല കേട്ടോ. ഇത് ചിക്കനിലെ വെള്ളമാണത് അല്ലേ. അതിത്തെ വെള്ളം തന്നെയാണ്. ആഹാ, സംഭവം അടിപൊളി കേട്ടാ. ആവിത്തല്ല, ഇതിത്തെ വെള്ളം കൊണ്ടും ആവി ഉണ്ട്. കപ്പാടാണ്. ഏതായാലും ഇത് ഇനി അടച്ചേക്കണം. ഇളക്ക ഓരോ 10 മിനിറ്റ് കൂടുമ്പോഴൊന്ന് ഇളക്കുക, തുറക്കുക, അടക്കുക. അത് അരമണിക്കൂറായി കഴിഞ്ഞാൽ വെന്തുണ്ട്. ഞാൻ കുറച്ചുകൂടി നിൽക്കട്ടെ. എന്നിട്ട് നോക്ക ചെങ്ങായി, എന്താല്ലേ സൂപ്പറാണ് ഗായ്സ്. ഇങ്ങനെ വെച്ചോണ്ട് കിട്ടോ. ഇതാ പറയുമ്പോ എന്താ വെച്ചാല് കുറച്ചുകൂടി ഗ്രേവി ആവും ചെയ്യും. നല്ല സ്മെല്ലുണ്ട്, ഭയങ്കര നല്ല സ്മെല്ലുണ്ട്. എന്താ ഒരു എന്താ അതിന്റെ കളറും കൂറും ഒരു എന്താ പറയാ, ചിക്കൻ കാണാൻ തന്നെ ഒരു രസം. നല്ല സ്മെല്ലുണ്ടല്ലോ. സ്മെല്ലും ഉണ്ട്. അപ്പോൾ അതായി ഞങ്ങൾക്കുള്ള ചിക്കനായി. അപ്പം ഞങ്ങൾ ഇതും കൂടി കഴിക്കുകയാണ്. പക്ഷേങ്കിൽ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കഴിക്കാം.
ആ ചോദിച്ചു ഞങ്ങൾ ഇവിടെ നെഗറ്റീവ് വിഷയങ്ങൾ ഞങ്ങളുടെ ഒരു വിശ്വാസം അത്രേ ഉള്ളൂ. ഇത് വെക്കാൻ നിർബന്ധം. നിർബന്ധം ഞങ്ങളിങ്ങനെ ചെയ്യാറുണ്ട്. ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഗ്രേവി നോക്കിയപ്പോ തന്നെ അടിപൊളി. എന്ത് നല്ല ഉസാറായിട്ട് എന്തെങ്കിലും സെറ്റ് എത്ര നല്ല ഇല്ല. ഇതാദ്യമായിട്ട് വെച്ചോക്കുമ്പോ സെറ്റ്. ഒന്ന് നമ്മളെ ഏട്ടന്മാര് നമ്മളവിടുന്ന് ചിക്കൻ എടുത്ത് കഴിച്ച അന്ന് അടിപൊളിയായിരുന്നു, അന്നും അടിപൊളി, ഇന്നും അടിപൊളിയാണ് അല്ലേ. ഞങ്ങൾ ഇത് കഴിക്കട്ടെ. ഇത് കഴിച്ചിട്ട് നമുക്ക് മജുലി ിലേക്ക് പോകുമ്പോ ഈ ബ്രഹ്മപുത്ര നദി കഴിഞ്ഞിട്ട് വേണം നദിക്കപ്പുറത്തേക്ക് നമുക്ക് എത്തണം. അതൊരു ഐലൻഡ് ആണല്ലോ. അപ്പൊ നമ്മള് പോകുന്നത് അതിന് വേണ്ടിട്ട് ജങ്കാറിലാണ് നമ്മൾ പോവേണ്ടത്. ഇപ്പൊ ജങ്കാർ ഉണ്ടോ ഇല്ലെന്ന് എനിക്ക് അറിയില്ല. നമ്മളേതായാലും അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുവാണ്. നമുക്ക് ജങ്കാർ കിട്ടണം. ജങ്കാറിലാണ് നമ്മുടെ വണ്ടി. ജങ്കാറിൽ കയറ്റി നമ്മുടെ വണ്ടി നല്ല അവര് അവിടേക്ക് അങ്ങനെയാണ് പോവാ. അവിടേക്കുള്ള വഴിയാണത്. പക്ഷെ നമ്മൾ ഈ റോട്ടിൽ നിന്നല്ലടാ ഈ ടൗണിൽ കൂടെ ഒക്കെ പോകുന്നത്. ഗൂഗിൾ മാപ്പിന് എന്തിന്റെ കേടേന് അതിനോട് അറിയായിട്ട് ചോദിക്കേ എന്താണ് അമ്മായി ഞങ്ങളിങ്ങനെ എന്തിന്റെ കേടേന്. ഞങ്ങൾ ആ ടൗണിൽ കൂടെ ആ ബ്ലോക്കിൽ കൂടെ ഒക്കെ ചിക്കി ചകഞ്ഞ് അല്ലേ. പിന്നെ പറഞ്ഞൂടെ നമ്മളെടുക്ക് പോകുന്ന ആർക്കറിയാം. ഗൂഗിൾ അമ്മായിക്കല്ലാതെ വേറെ ആർക്കും അറിയില്ല. അമ്മായിയാണ് നമ്മളെ ചതിച്ച് അമ്മായി നമുക്ക് എന്തോ ഒന്ന് ലാഭം ഉണ്ടാക്കി തന്നതാണ് അമ്മായി. അത് എന്തായാലും ആവാം. ഏതായാലും ഈ റോട്ടിന് പോയാൽ നമ്മളീ പറഞ്ഞ ജങ്കാർ നിർത്തി അവിടുത്തെ അല്ലെങ്കിൽ ജങ്കാറിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് എത്താൻ വേണ്ടി പറ്റും. ഒരു തനി നാട്ടുംപുറം റോഡ്. നാട്ടുംപുറം റോഡ് എന്ന് പറയുമ്പോ ഇതൊന്ന് കുറെ റോഡുകൾ അങ്ങോട്ട് വില്ലേജിലേക്കൊക്കെ പോകുന്ന തരത്തിലുള്ള റോഡുകൾ റബ്ബറൈസുള്ള ഒരു മെയിൻ റോഡാണ് ഇവിടെ. ഈ റോഡിൽ നമ്മൾക്ക് ഏകദേശം 5-6 കിലോമീറ്റർ അങ്ങോട്ട് പോവാണ്ട് ഈ പറഞ്ഞ പോട്ടിയിട്ട്. അത്ര എത്ര അറിയില്ല, നമുക്ക് പോയി നോക്കാം. എനിക്ക് അത്ര തോന്നുന്നത്. ഏതായാലും 2 സൈഡിലും നെൽപ്പാടം, ഇരുവശങ്ങളിലും നെൽപ്പാടം. അതുപോലെ തന്നെ പിന്നെ ആളുകള് സൈക്കിളില്, അതായത് ഗ്രാമീണ ഭംഗിയാണ് വരെ സൈക്കിളില് ഇങ്ങനെ ഉന്തിക്കൊണ്ടാണ് വണ്ടികളിലെ. കുട്ടികളൊക്കെ സ്കൂള് വിട്ട് വരുവാണ്. അങ്ങനെയൊക്കെയുള്ള നല്ല രസകരമായുള്ള കാഴ്ചകൾ കണ്ടിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അങ്ങനെ ഞങ്ങൾ ബ്രഹ്മപുത്രയുടെ തീരത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇനി മാഞ്ചുരിയിലേക്ക് എങ്ങനെ പോകും എന്നുള്ളതൊക്കെ നമ്മളൊന്ന് പഠിക്കേണ്ടതുണ്ട്. എവിടെ നിന്നാണ് ഇത് പോവാ? ഇവിടെ നിന്നാണോ അല്ലേ? അതാണ് ജങ്കാർ വരിക. എവിടെ നിന്നാണ് നമുക്ക് മനസ്സിലാവണുള്ള ഗൈസ്. പലയിടങ്ങളിലും പോകുന്നുണ്ട് എന്നൊക്കെ തോന്നുന്നുണ്ട് അല്ലേ? പല ഭാഗത്തും പോകുന്നുണ്ട്. പല ഭാഗങ്ങളിൽ നിന്നും പോകുന്നുണ്ട്. നമ്മളുടെ വണ്ടിയും കൊണ്ട് പോകാൻ പറ്റുന്ന ഒരു സെറ്റപ്പ് വേണം. ചോദിച്ച് മനസ്സിലാക്കാം. മനസ്സിലാക്കി നമുക്ക് പോയി നോക്കാം. ഇതിന് പോയിക്കൂടെ? ഇതിന് പോവാം. ഇഷ്ടം വന്നാവോ? അല്ല ഇതൊക്കെ പോവണതാണ്. കണ്ടത് ഇതൊക്കെ പോവാനുള്ളതാണ്. പോകാനുള്ളതാണ് അല്ലേ? ഗൈസ്, അങ്ങനെ നമുക്കൊരു ചാൻസ് കിട്ടിയിരിക്കണം ബോട്ടിലേക്ക് പോവാന്. ബോട്ടിലേക്ക് പോണ റോഡ് എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് മോശമാണ്. നേരെങ്കിൽ ഒന്നായിട്ട് വെള്ളത്തിൽ പോകാവോ? ശ്രദ്ധിക്കണം. അവിടെ എന്തൊരു പലക പരിപാടിയൊക്കെയാണ്. ഇപ്പൊ ഈ വണ്ടി കണ്ട് ഇറങ്ങണേ, അതിലിറങ്ങണം. അവിടെ ഇറങ്ങണ സീനിൽ ഒട്ടിക്കോ. പക്ഷെ കയറുന്നത് സീനായി കഴിഞ്ഞാ സീനാണ് അല്ലേ? പിന്നെ അതിലേക്ക് സാധനങ്ങൾ ലോഡ് കയറ്റണൊക്കെ ഉള്ളൂ. ഒരുപാട് പരിപാടികൾ ഉണ്ടാവാം. കുറെ കഴിഞ്ഞിട്ടാവും കൊടുക്കുക, എന്താ അറിയില്ല. വീണ്ടും നമ്മൾക്ക് അവസരം തന്നിരിക്കുകയാണ്. ഇനി
ഞങ്ങളെ ആട്ടിയ പറഞ്ഞാണ്ടല്ലോ ആട്ടേക്കാരോ അല്ലേ? ओके ओके ऑनलाइन बुकिंग नहीं नहीं है, जाएगा मधुर जाएगा तो सेट कर दीजिए। സൈഡ് സൈഡ് कितना टाइम भैया ये उधर से ലാസ്റ്റ് ബോട്ടാണ് കഴിച്ചത് ലാസ്റ്റ് ബോട്ട് ഞങ്ങൾ ഇവിടെ നിന്നിട്ടും ഇവരോട് ഈറടിച്ചു പോയി ഞങ്ങൾ അതിന്റെ ആവശ്യമില്ലേ പിന്നെ പോയി ഞങ്ങൾ വിളിച്ചു ആ യൂട്യൂബ് ബസ് കേരള അപ്പോൾ ഒരു നമുക്കൊരു അവസരം തരുവാണ് അതായത് നമ്മള് പോരുന്നില്ലെന്ന് ചോദിച്ചു ഞങ്ങൾ അവിടെ കൊണ്ടുപോയി വണ്ടിയൊക്കെ ഇട്ട് വണ്ടി അവിടെ ഇട്ട് വേണ്ടാന്ന് കരുതി ഞങ്ങൾ എല്ലാരും കയറി केरला से लाया है ആ ये ഏ कितना दिन लगा है 2 महीने 10 महीने 2 तो मधुर के घूमेंगे മധുര घूमने നമ്മളെ കൂമ ബോട്ട് കയറാൻ പോണ് കൂമ ഇതാ ഒടിഞ്ഞ് തിരിഞ്ഞതാ വരുന്നു മുമ്പോട്ട് ഇതാ വരുന്നു കൂമൻ ഇതാ പോകുന്നു കൂമനെ കൊണ്ട് ഇതാ വിഷ്ണു ഇതാ പോകുന്നു അതെ ബോട്ടിലൊക്കെ ബോട്ട് ഞങ്ങൾ അക്കരയ്ക്ക് പോകണം മക്കളെ അക്കരയ്ക്ക് കൂമനം കൊണ്ട് കേറില്ലേ ഓക്കെ വലിയ സേഫ്റ്റി ഇല്ലാന്നാട്ടോ നമ്മൾ അജയോട്ടം പറഞ്ഞത് ഇതില് മറ്റേതല്ലേ മറ്റേതല്ല ശ്രദ്ധിക്കണോ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണോ കേട്ടോ നമ്മളങ്ങനെ ബോട്ടിൽ കയറി കണ്ടാ പക്ഷെ കുക്കു ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോയതാണ് കുക്കുനാ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് ഇത്ര ഗ്യാപ്പുള്ളൂ ഇതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ കയറി പോകുന്നത് കൂമനെ അവിടെ നിർത്തിയിട്ടുണ്ട് കൂമനെ കൊണ്ട് നമ്മൾ പോവാണ് അക്കരയാണ് അവിടെയൊക്കെ പോവാണ് നമുക്കൊരു അവസരം കിട്ടുമെന്ന് കരുതിയല്ല ഇന്ന് കിട്ടിയില്ല നമുക്കൊരു ദിവസം നഷ്ടമായിരുന്നു ഇന്ന് കിട്ടി അതുകൊണ്ട് നന്നായി ഏതായാലും നമ്മൾ പോവാണ് ഇതിൽ കേട്ടോ നമ്മൾ കയറ്റിയത് ഇവർ പലകം കൂടി നമ്മൾ കയറ്റി പോകുന്നത് ഓ എൻ്റെ മക്കളെ ഇനി ബൈക്ക് ഇങ്ങനെ കയറ്റുള്ളൂ കൈസ്. അപ്പോൾ നമ്മുടെ വണ്ടി ഇവിടെ ആകെ 3 വണ്ടിയാണ് ഇവിടെ നിർത്താൻ ഗ്യാപ്പ് കിട്ടിയത് ഒരിക്കലേ ബാക്കി ബൈക്കൊക്കെ പോലും ഇതിൻ്റെ ടെറസിന് വിലക്കായിരുന്നു അല്ലേ? ഓരോന്നോരായിട്ട് ഇത് അദ്ദേഹം തന്നെയാണ് തോന്നുന്നു ഇവിടെ വണ്ടി ഇവിടെ നിർത്തിയാൽ മതി പിന്നെ മൂപ്പര് അങ്ങനെ കയറ്റുകയാണ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ അതിനൊരു താളം വേണം അതായത് ഒരു എക്സ്പീരിയൻസ് വേണം എന്നാലേ ശരിക്കും ബാലൻസ് ഇടണം എന്നാൽ ശരിക്കും കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഇത് എന്താ നമ്മൾ നിൽക്കുന്നത് ഇത് അതിൽ കൊടുത്തിട്ടുണ്ട് നിമാട്ടി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. നിമാട്ടിയിൽ നിന്നാണ് നമ്മൾ മാജുലിയിലേക്ക് പോകുന്നത്. ഇത് ശരിക്കും ഓൺലൈൻ ബുക്ക് ചെയ്യണം കേട്ടോ ഗൈസ്. ഞങ്ങൾ പോകുന്ന മാതിരി പോന്നു കഴിഞ്ഞാൽ ഇവിടെ ലാസ്റ്റ് വണ്ടിക്ക് പോവാം ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അത് നടക്കുള്ളൂ. ഇല്ലാതാണെങ്കിൽ ലാസ്റ്റ് വണ്ടിക്കും ബുക്കാണെങ്കിൽ ഫുള്ളായിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് വണ്ടി നടക്കില്ല. അപ്പോൾ ഞങ്ങൾക്ക് എന്താ ലാസ്റ്റ് വണ്ടിക്ക് പോകാൻ വേണ്ടി പറ്റിയിരുന്നു. ഞാൻ അവിടെ നിന്ന് നാളെ ഞങ്ങളൊരു ഉച്ചക്കൊക്കെ ഇങ്ങോട്ട് പോരും അല്ലേ? അവിടെ നമുക്ക് നാളെ ഉച്ചക്കൊക്കെ പോരും. ഇന്നിപ്പോൾ എന്തായാലും ഇപ്പോൾ അവിടെ പോയിട്ട് സൈഡ് ആകാനുള്ള സമയമുള്ളൂ. ആ സമയമായി അല്ലേ? വൈകുന്നേരം ഇപ്പോൾ ആ ഒരു സമയമായി. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മുടെ ബോട്ടിങ് ആയിരുന്നെങ്കിൽ നമ്മുടെ കൂമനാക്കുന്നത്. നമ്മൾ ബോട്ടിൽ കയറണം. നമ്മൾ ബോട്ടിലല്ല നമ്മൾ ഇവിടെ ഒരു ഓഫീസ് ബോട്ടിലാണ് നമ്മൾ. ഇതൊരു ഓഫീസ് ബോട്ടാണ് ഇവിടെ നിൽക്കുന്നത്. നല്ല അടിപൊളിയാണ്. ബ്രഹ്മപുത്രയുടെ അക്കരയിലേക്ക് നമ്മൾ പോവാണ്. ബ്രഹ്മപുത്രയുടെ ഒഴിഞ്ഞു കിടക്കുന്ന മാജുലിയിലേക്ക് അല്ലെ ആ ഒരു ഐലൻഡിലേക്കാണ് നമ്മുടെ യാത്ര. ഓ തണുപ്പുണ്ട്. ആ ഐലൻഡിൽ ഞങ്ങൾ ഇന്ന് അന്തി ഉറങ്ങും ഗൈസ്. അപ്പം ഞങ്ങൾ യാത്ര ആരംഭിക്കുകയാണ്. തുടങ്ങി അല്ലേ? ഒരു ചെറിയൊരു അനക്കാണെങ്കിൽ കരയിൽ നിന്ന് കുറച്ച് വിട്ട് പോകുന്നു കേട്ടോ അല്ലേ? ഞങ്ങള് പിടിച്ചെന്ന് ആട് ബ്രേക്ക് ഇട്ടാ കഴിഞ്ഞ് വള്ളത്തേക്ക് പോയി കഴിഞ്ഞാൽ പണിയാവും. വള്ളത്തേക്ക് പോയാൽ പണിയാവും. ആ ഒരു ഭാഗത്തേക്ക് ലക്ഷ്യം വെച്ചുകൊണ്ട് ഞങ്ങളുടെ യാത്ര ആരംഭിച്ചിട്ടുണ്ട്. എന്താ പറയാ ഞങ്ങൾ അങ്ങനെ മാജുലിയിലേക്ക് ഞങ്ങളുടെ യാത്ര ആരംഭിച്ചിട്ടുണ്ട്. അദ്ദേഹം മാജുലിയിലെ ആളാണ്. ആപ്കാ നാം ക്യാ ഭയ്യ? സമ്പത്ത്. ഓ അവരുടെ പേര് സമ്പത്ത് എന്നാണ്. പക്ഷെ അദ്ദേഹം ഇവിടെ വന്നിട്ട് ഞങ്ങളോട് വളരെയധികം സംസാരം കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രസമാണ്. അങ്ങനെ ബ്രഹ്മപുത്രയുടെ എന്താ പറയുക നടുക്കിലൂടെ ഞങ്ങൾ സഞ്ചരിച്ചു തുടങ്ങിയിരിക്കുകയാണ്. ബ്രഹ്മപുത്ര എന്ന നദിയിലൂടെ ഞങ്ങൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്താ പറയുക കരയിൽ നിന്നൊക്കെ ഒരുപാട് പോകുന്നത് നമ്മളിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് അതിലെ പോകണ്ട അതിലെ പോകണം അല്ലേ? അതിലാണ് ഡൗട്ടുണ്ട്. ഇവർക്ക് ഒരുപാട് നടുക്ക് കൊണ്ടെന്നല്ല അല്ലേ? അപ്പോൾ കരയിൽ നിന്ന് നമ്മൾ പോകുന്നിട്ടാ കാണ്ടങ്ങള് കരയിൽ നിന്ന് നമ്മൾ പോകുന്നു. നമ്മുടെ വണ്ടിയും നമ്മളും അങ്ങനെ ജങ്കാറിൽ കയറി പോവുകയാണ്. ഇദ്ദേഹമാണ് ബൈക്കൊക്കെ മേലേക്ക് കയറ്റിയിരുന്ന ആള്. നമ്മൾക്ക് അവിടെ പോയിട്ട് നമ്മളെ ഡ്രസ്സ് എടുത്തിട്ടുള്ളേ അവിടെ പോയിട്ട് അറബി വേഷം കിട്ടാനാണ് പറയുന്നത്. അവിടെ പോയിട്ട് അറബി വേഷം ഇടണോ? അതെ ഗഫൂർക്ക പറഞ്ഞത് അവിടെ എത്തിയിട്ട് ഒരു കരക്കടുപ്പിക്കൂല ചാടണ്ടേ നീന്തി കര കയറി കഴിഞ്ഞാൽ ഡ്രസ്സ് ഇടണം. ഓ കാര്യം ഞങ്ങളങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ വേറൊരു വണ്ടി ഇപ്പോൾ അക്കരന്ന് ഇങ്ങോട്ട് ലാസ്റ്റ് വണ്ടി വന്നു.
ഇത് ലാസ്റ്റ് വണ്ടിയാണ്. ലാസ്റ്റ് വണ്ടി എന്ന് പറഞ്ഞാൽ ഇത് അത്ര വലിയ സേഫ്റ്റി ഒന്നും ഇല്ല എന്നാണ് അറിയാൻ വേണ്ടി കഴിഞ്ഞാൽ. എന്നാലും കുഴപ്പമില്ല, ഇവിടുത്തെ ആളുകളൊക്കെ പോകണല്ലോ. നമ്മളും അതുപോലത്തെ ഒരു വണ്ടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല കാറ്റടിക്കുന്നുണ്ട്, അടിപൊളിയാണ്. എന്താ ആ വാക്ക് കണ്ട, എല്ലാ ഭാഗം നല്ല രസമാണ് കാണാൻ അല്ലേ. ഓ ഓളം തള്ളുണ്ട് കേട്ടോ, ഓളം തള്ളുണ്ട്. ഏയ് ഒന്നും പ്രശ്നമാക്കണ്ട ആരും. കൂമിന് ഒരു ബോട്ട് യാത്ര, അതാണ് ഇതിൽ മെയിൻ ആയിട്ടുള്ള കാര്യം. കൂമിന് ഒരു ബോട്ട് യാത്ര കൊടുക്കണം. ഞങ്ങൾ കുറെ ബോട്ട് യാത്ര ചെയ്തു. കൂമിനെ അന്ന് കൊണ്ടുപോകാൻ പറ്റിയില്ല. അപ്പൊ കൂമിന് ഒരു ബോട്ട് യാത്ര, അതാണ്. ഇവിടെ നല്ല ആയുണ്ട് നാട്ടിലേക്ക് തോന്നണേ അല്ലേ. നല്ല വെള്ളമുണ്ട് എന്നല്ലേ. സൂര്യാസ്തമയത്തിൻ്റെ നേരമായി. ഇനി ഞങ്ങൾ ഇന്ന് അവിടെ പോയിട്ട് അവിടെ എവിടെയൊക്കെ ഒരു സൈഡാവും. എന്നിട്ട് നാളെ നമുക്ക് അവിടെ എടുക്കാനുള്ള എന്താണോ അവിടെയൊക്കെ ഉള്ളത് അതൊക്കെ എടുത്തിട്ട് നാളെ നാളത്തെ അപ്പോൾ അവിടുത്തെ ലാസ്റ്റ് വണ്ടിക്ക് നമ്മൾ തിരിച്ചു വരും. ഇല്ലെന്നാണെങ്കിൽ നാളെ നമ്മൾ ഉച്ചക്കത്തെ വണ്ടിക്കൊക്കെ തിരിച്ചു പോരും അല്ലേ. നാളെ നമുക്ക് നാഗാലാൻഡിലേക്ക് തിരിക്കാനുള്ളതാണ്. നാഗാലാൻഡ് പോയിട്ട് എന്തൊക്കെയോ ചെയ്യാണ്ട് ഒരുപാട്. അതെ, ഒന്നും മനസ്സിലാണല്ലോ എന്തൊക്കെയോ ചെയ്യാണ്ട്. ഏതായാലും ഞങ്ങളങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗായ്സ്. സൂപ്പറാട്ടോ, നല്ല വ്യൂ അല്ലടാ. ആഹാ, ഞങ്ങൾ ഇപ്പോൾ ഏകദേശം പോണ സ്പീഡ് എന്ന് പറയുന്നത് ഒരു 20 മൈൽ സ്പീഡിലാണ്. വള്ളത്തിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ. ഓടിക്കണേ ഇപ്പം ഇവരൊക്കെ നമ്മളെ ഒപ്പം റേസ് ചെയ്തുകൊണ്ടിരിക്കണം. പക്ഷേങ്കിൽ നടക്കുന്ന ആൾക്കാരുണ്ട് അതിൽ 20 മൈൽ സ്പീഡിൽ. ഞങ്ങളെന്താ വെച്ചാൽ പുറത്ത് നിന്ന് ചടക്കല്ല, കാല് വാങ്ങിക്കാൻ തുടങ്ങി. ഒരുപാട് ദൂരം ഉണ്ട്, കുറച്ച് ദൂരം ഒന്നുമില്ല, നല്ല ദൂരമുണ്ട്. അല്ലാന്ന് ഓ കടൽ താറാവുകൾ പാറിപ്പോയി. നല്ല രസാട്ടാ കാഴ്ചണ്ടങ്ങള്. ആഹാ, മുന്നിൽ വണ്ടിയല്ല, സമുദ്രാണ്, പുഴയാണത്. അത് പുഴയാണ്. ആ പുഴയിലൂടെ ഞങ്ങൾ പോവുകയാണ്. എല്ലാവരും ഞങ്ങളെ നോക്കുന്നുണ്ട്. മലയാളം കേട്ടിട്ടാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മളങ്ങനെ കരയിലേക്ക് എത്തിയില്ല അല്ലേ. എല്ലാവരും ആകാശഭരിതരായി നിൽക്കുകയാണ്. ഇവിടെ എവിടെയാണ് നമുക്കിനി വണ്ടി സൈഡാക്കാനുള്ള സ്ഥലം കിട്ടാന്ന് എനിക്കറിയില്ല കേട്ടോ. അതിനുള്ള വകുപ്പ് നമുക്ക് കിട്ടണം. സംഭവം ഇതിലെ തന്നെ മുന്നിൽ കൂടെ തന്നെയാണ് തോന്നുന്നു ഇറങ്ങാൻ. നമ്മളെ ഈ സൈഡ് തന്നെയാണ്, നമ്മൾ മുന്നാണ് ഇറങ്ങാൻ. ഓ ഗായ്സ്, ഇവിടെ ഏത് വലിയ പോർട്ടോട്ടാ. ഇതൊക്കെ ഇതേപോലെ സിംഗിൾ ലാസ്റ്റ് ട്രിപ്പ് അടിക്കുന്ന വണ്ടികളാണിത്. ഈ മുന്നിൽ കാണുന്നത് അത് ലാസ്റ്റ് ട്രിപ്പ് അടിക്കുന്ന വണ്ടികളാണ്. ശരിക്കും മെയിൻ ട്രിപ്പ് അടിക്കുന്ന വണ്ടികൾ ഇവിടെ ഈ കിടക്കുന്ന വലുതാണ്. ഇത് ഇവിടെ ആളുകൾ ഉണ്ടായതുകൊണ്ട് ശരിക്കും കാണാത്തത്. അവിടേക്ക് നമ്മളിപ്പോൾ എത്തും. ഇതിന് വേണ്ടിയിട്ട് ഒരു എന്താ പറയാ, ആളുകൾ ഒരുപാട് പേര് അല്ലേ, ഒരുപാടുണ്ട്. ഒരുപാട് ബോട്ടുകളും ഉണ്ട്. പോലീസ് ബോട്ടൊക്കെ ഉണ്ടാ. ഇവര് നമ്മളെക്കാട്ടിൽ മുന്നേ പോന്ന വണ്ടിയാണ്. പക്ഷെങ്കിൽ നമ്മൾ വരൊക്കെ ഒരേ ടൈമിൽ എത്തുന്നുണ്ട്. അതാണ് ഞാൻ പോയി താത്ത ചെങ്ങലൊക്കെ അയച്ചു കൊടുക്കും. ചെങ്ങല അയച്ചു ഓക്കെ ഓക്കെ ബൈ. ആയിട്ടില്ല, ഇറങ്ങാനായിട്ടില്ല. ഹായ്. ആ പലക വെക്കട്ടോ, പലക വെക്ക. ആദ്യം കൂമന ആയിക്കോട്ടെ. കൂമൻ
ഞങ്ങളങ്ങനെ പുറത്തേക്ക് പോവാണ്, പുറത്തേക്ക് ഇറങ്ങിയാണ്. ഓക്കെ ബൈ. മാജുളി ഞങ്ങൾ ഇവിടെ ബോട്ടിംഗ് ഒക്കെ ഉണ്ട് ചേർന്ന്. ഐലൻഡിൽ കയറിയിരിക്കണ്. ഓ മൈ ഗോഡ്, ഇവിടെ ഫിഷ് മീൻ കച്ചവടം നടക്കുന്നുണ്ട് നല്ല രീതിയിൽ. പിന്നെ ചായക്കട, പിന്നെ ഇവിടെ വണ്ടികളൊക്കെ നിർത്തിയിട്ടുണ്ട്. ഇവരൊക്കെ അക്കരയൊക്കെ പോയി എന്താ സംഭവം അറിയില്ല. ഓ ബൈ, ഒരു മിനിറ്റ്. ടാക്സിയാണ് ഇവിടുന്ന് യാത്രക്കാർക്ക് പോകാൻ വേണ്ടിയിട്ട് അല്ലേ. പിന്നെ ഇവിടെ പോലീസുകാരുണ്ട്. പോലീസുകാരുടെ എന്തായാലും അവർ ശ്രദ്ധിക്കുമല്ലോ. പിന്നെ ഇതില് വണ്ടികൾ പൂന്താതിരിക്കാൻ വേണ്ടിയിട്ട് വൈക്കോലല്ല, ചൂരൽ പോലത്തെ സംഭവമാണ് അങ്ങനെ ഇട്ടിട്ടുണ്ട്. ഇവിടെ നമ്മൾക്ക് പാർക്കിംഗ് ഒന്നും ഇല്ല. കാണുന്ന ഫുള്ളായിട്ട് മണലാണ്. മാജുലിക്ക് എത്തിയില്ല, മാജുലി സൈഡിലേക്ക് എത്തിയിട്ടുണ്ട്. പാലത്തിന്റെ പണി കുറച്ചൊക്കെ തുടങ്ങി വെച്ചിട്ടുണ്ട്. കാരണം ഭാവിയിലേക്ക് പാലം നിർബന്ധം. ഇപ്പൊ ഇങ്ങനെയൊക്കെ ആയിക്കോട്ടെ, ഭാവിയില് പാലം വേണം. ബോട്ടിങ്ങിന്റെ ഒക്കെ ഒരു വിധം കഴിഞ്ഞു. രാജ്യം പുരോഗമിക്കുകയാണ്. അപ്പൊ ഇവർക്ക് മാത്രം റോഡില്ലാതെ മോശമാണ്. ശരിയാണ്. മണൽത്തലയിലൂടെ ഞങ്ങൾ സഞ്ചരിക്കുകയാണ് ഗായ്സ്. നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോ വണ്ടി ഒന്ന് ഗായ്സ്. ഇവിടെ ഈ ബൈക്കോലിട്ടാ എന്തൊക്കെ നിർത്തിയിട്ട് പിള്ളേരൊക്കെ അടിപൊളി സെറ്റ് ഉണ്ടാവുന്നുണ്ട്. ഇത് മറ്റുള്ള പാലങ്ങളൊക്കെ പൊളിഞ്ഞാടിയമാര് പൊളിഞ്ഞാടുക. ബജാജ് എഞ്ചിനീയർമാരാണെ കഴിഞ്ഞു. അതെ.